കർത്താവിൻ്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ G2R പ്ലാറ്റ്ഫോമിൽ ദൈവത്തിൻ്റെ വചനം കഴിഞ്ഞ നാളുകളിൽ തുടർമാനമായി ശ്രവിച്ചും ശ്രദ്ധിച്ചും കൊണ്ടിരിക്കുന്ന ദൈവദാസീദാസന്മാർക്ക് വന്ദനം. എൻ്റെ പേര് കുരുവിള വർഗീസ് എന്നാണ്. പത്രോസ് ദൈവസഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തെ അടിസ്ഥാനമാക്കി പുതിയ നിയമസഭ ന്യൂ ടെസ്റ്റ്മെൻറ്റ് ചർച്ച് എന്താകുന്നു എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചാണ് പഴയ നിയമസഭ പൗരോഹിത്യം, ഇസ്രായേലിൻ്റെ ന്യായപ്രമാണം, പ്രവാചക ശുശ്രൂഷകൾ ഇത്യാദി വിഷയത്തെയും പുതിയ നിയമസഭ രാജകീയ പുരോഹിതവർഗത്തെയും തമ്മിൽ ഇണച്ചുകൊണ്ട് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. പുതിയ നിയമസഭ ആത്മീയ അന്ധകാരത്തിൽ നിന്നും ആത്മീയ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കൊണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും അത്രേ എന്ന പൗലോസ് മറുഭാഗങ്ങളിൽ ദൈവസഭയെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നതിനോട് ചേർന്ന് വിശുദ്ധ പത്രോസ് അസന്നിഗ്ധമാവണ്ണം വിവരിച്ചിരിക്കുന്ന വിശുദ്ധ ദൈവവചനം നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ നിയമത്തിലെ പോലെ ചട്ടത്തിന്മേൽ ചട്ടവും സൂത്രത്തിന്മേൽ സൂത്രവും അവിടെ അല്പം ഇവിടെ അല്പം എന്നിത്യാദിയുള്ള വിവിധ വ്യത്യാസങ്ങൾ പുതിയ നിയമസഭയിലില്ല. അതിന് ഉപോത്ബലമായി ദൈവവചനത്തിൽ പുതിയ നിയമത്തിൽ തന്നെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം വളരെ കുലങ്കഷമായി നാം പഠിച്ചു. മത്തായി സുവിശേഷം 19:4, റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 16, റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 23-ാമത്തെ വാക്യം, 10-ാം അധ്യായം 11-12, കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 23-24, 12-ാം അധ്യായം 13-ാമത്തെ വാക്യം, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10-11 ഇങ്ങനെ തുടരുകയാണ്. അവസാനമായി നാം പഠിച്ചു നിർത്തിയത് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 27-28 ക്രിസ്തുവേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന പുതിയ നിയമസഭയിലെ രാജകീയ പുരോഹിതവർഗം എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല, നാം എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ് എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു നിർത്തിയത്. വിഷയം ഇപ്രകാരത്തിൽ ഇരിക്കെ, അതായത് യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റവർ എല്ലാവരും സ്ത്രീ പുരുഷ വ്യത്യാസം ഇല്ലാതെ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്നും അതിൽ യഹൂദനും യവനനെന്നുമില്ല, ആണും പെണ്ണും എന്നും ഇല്ല, എല്ലാവരും ക്രിസ്തുവേശുവിൽ ഒരുപോലെ ഈക്വൽ സ്റ്റാറ്റസിലുള്ളവരാകുന്നു. ആയതിനാൽ വിശുദ്ധ ദൈവവചനത്തിൽ കാണുന്ന എല്ലാവിധ ശുശ്രൂഷകളും സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഏവർക്കും എവിടെയും എല്ലായിടത്തും ഏതു നേരത്തും ചെയ്യുവാൻ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് ചിലരുടെ അഭിപ്രായത്തെ നാം കേൾക്കാറുണ്ടല്ലോ. എന്നാൽ ഇതിന് ഉപോത്ബലമായി ഒരു ഉപദേശവും ഒരു ദൈവവചന വേദഭാഗവും വിശുദ്ധ അപ്പസ്തലന്മാരും കർത്താവായ യേശുക്രിസ്തുവും ഒരിടത്തും നൽകിയിട്ടില്ലെന്നുള്ളതും മറന്നു പോകരുത്. അതുകൊണ്ട് വിശുദ്ധ പത്രോസ് അപ്പസ്തലൻ എഴുതിയിരിക്കുന്ന ദൈവവചനം അനുശാസിക്കുന്നത് ഇപ്രകാരമാണ്. അതൊന്ന് കേൾക്കുക. സ്വതന്ത്രരായും സ്വാതന്ത്ര്യവും ദുഷ്ടതയ്ക്ക് മറപിടിക്കാതെ ദൈവത്തിൻ്റെ ദാസന്മാരായും നടപ്പി. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-16. ദൈവം തൻ്റെ ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ പഴയ പുതിയ നിയമ ചരിത്രത്തിൽ സ്ത്രീകളെ അധികാരപ്പെടുത്തുകയോ നിയോഗിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഞാനൊരു സ്ത്രീ വിരോധിയല്ല. ഞാനൊരു സ്ത്രീയുടെ മകനാണ്, ഒരു സ്ത്രീയുടെ ഭർത്താവാണ്, 5 പെൺകുഞ്ഞുങ്ങളുടെ പിതാവാണ്, 3 കൊച്ചു പെൺമക്കളുടെ വല്യപ്പച്ചനുമാണ്. സ്ത്രീകളെ ബഹുമാനിക്കുന്നു. ഞാൻ ശുശ്രൂഷിച്ചിട്ടുള്ള പല സ്ഥലങ്ങളിലും സഭകളിലും സ്ത്രീ വിശ്വാസികളെ ദൈവകൃപയാൽ പരിശുദ്ധിയോടുകൂടെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്നും ചെയ്തു വരുന്നു. എന്നാൽ പരമോന്നതനായ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന ഉപദേശത്തെയാണ് നാം പഠിക്കുന്നത്. ആദാമിനെക്കുറിച്ച് സൃഷ്ടിച്ച ഏറിയ നാളുകൾക്ക് ശേഷം ആദാമിന് തക്കതായി ഹെൽപ്മേറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അത്രേ ഹവ്വയെ സൃഷ്ടിച്ചത്. അതും അവൻ്റെ തലയോട്ടിയിലെ ഒരു അസ്ഥിയിൽ നിന്നോ കാലിലെ ഒരു അസ്ഥിയിൽ നിന്നോ അല്ല,
ഹൃദയം മറയ്ക്കുന്ന വാരിയെല്ലുകളിൽ ഒന്നിൽ നിന്നത്രേ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 21-22. ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ മരുഭൂമിയിലും വാഗ്ദത്തദേശത്തെത്തിയ ശേഷവും അഹരോനും മോശയും വിവാഹിതരും ഭാര്യമാരും ഉള്ളവരായിരുന്നു. അവരിരുവരും സമാഗമന കൂടാരത്തിൻ്റെ വാതുക്കൽ, സമാഗമന കൂടാരത്തിൻ്റെ കിഴക്കേ ദിശയിൽ തൊട്ടടുത്ത് പാർത്തിരുന്നവരായിരുന്നുവല്ലോ. അവരിൽ ആരുടെയും ഭാര്യമാരെയോ മറ്റ് സഹോദരീ സഹോദരന്മാരുടെ സ്ത്രീകളെയോ ശുശ്രൂഷയിൽ യാതൊന്നും നിർവഹിക്കുന്നതിന് അനുവദിച്ചതായി കാണുന്നില്ലല്ലോ. ഇത് സ്ത്രീവിരുദ്ധം കൊണ്ടല്ല പറയുന്നത്, പിന്നെയോ വിശുദ്ധ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പറയുന്നു എന്ന് മാത്രം, അത് കോട്ട് ചെയ്യുക മാത്രമാണ്. സ്ത്രീകളെ സംബന്ധിച്ച് പുതിയ നിയമത്തിലെ ഉപദേശങ്ങൾ, കർത്താവിൻ്റെ തൻ്റെ ശിഷ്യന്മാരായി 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തതിൽ ആരും തന്നെ സ്ത്രീകളില്ലായിരുന്നുവല്ലോ. മത്തായി സുവിശേഷം 10:2, മർക്കോസ് സുവിശേഷം 3:13 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ലേവ്യ പൗരോഹിത്യ നിയമത്തിൽ സ്ത്രീ പുരോഹിതമാരും സ്ത്രീ ശുശ്രൂഷകമാരും ഇല്ലായിരുന്നു എന്ന് മറന്നു പോകരുത്. അനന്തരം കർത്താവ് 12 പേരെ ഈരണ്ടീരണ്ടായി അയച്ചു. അവർ തിരികെ വന്ന ശേഷം, മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യവും ആണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. വീണ്ടും അവർ മടങ്ങി വന്ന ശേഷം 2 പേർ വീതം ഉള്ള 35 കൂട്ടത്തെ, അഥവാ മൊത്തത്തിൽ 70 പേരെ അയച്ചപ്പോഴും ആ കൂട്ടത്തിൽ സ്ത്രീകളെ ഉൾപ്പെടുത്തിയിരുന്നില്ല. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 9-ഉം 17-ഉം വാക്യങ്ങൾ ക്രിസ്തുയേശു ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ അല്ലാതെ പൊന്നോ വെള്ളിയോ കല്ലോ വിലയേറിയ രത്നമോ കൊണ്ടോ പണിയുവാൻ തിരുവചനം അനുവദിക്കുന്നില്ലല്ലോ. ദൈവവചനത്തിൽ സ്ത്രീകളെ സംബന്ധിച്ചുള്ള ഉപദേശങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളത് ശ്രദ്ധിക്കുക. ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തിന് ന്യായപ്രമാണത്തിൽ നിന്നൊഴിവുള്ളവളായി. റോമർക്കെഴുതിയ ലേഖനം 7:2. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒരക്ഷരമോ ഒരു വള്ളി പുള്ളിയോ മാറ്റമില്ലാതെ, അതുമാത്രം അല്ലാതെ വേറെ ഒന്നും ഞങ്ങൾ കോട്ട് ചെയ്യുകയില്ല, തിരുവചനത്തിൽ നിന്ന് ഉദ്ധരണി പ്രാപിക്കുകയുമില്ല. സ്ത്രീയുടെ തലയാകുന്നു പുരുഷൻ. അതുകൊണ്ട് ഒരിടത്തും പുരുഷനെ ശരീരമാക്കിക്കൊണ്ട് സ്ത്രീ തലയാകുവാൻ ദൈവവചനം അനുവദിക്കുന്നില്ല. കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 1-ാമത്തെ ലേഖനം 11:3. മൂടുപടം ഇടാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും തൻ്റെ തല അഥവാ ഭർത്താവിനെ അപമാനിക്കുന്നു. കൊരിന്ത്യരുടെ 1 ലേഖനം 11:5. അത് മലങ്കരയിലാകട്ടെ, ആസിയ ഭൂഖണ്ഡത്തിലാകട്ടെ, സഭസ്ഥാപിതമായ യെരുശലേമിലാകട്ടെ, സ്ത്രീകൾ പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും ചെയ്യുമ്പോൾ തലയിൽ മൂടുപടം ഇട്ട് മാത്രമേ ആ ശുശ്രൂഷ ചെയ്യാവൂ. അത് പ്ലാറ്റ്ഫോമിൽ പാടുകയോ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കാനൊക്കെ വചനവിരുദ്ധമായി എഴുന്നേൽക്കുകയോ ചെയ്താലും ശരി, തലയിൽ മൂടുപടം ഇടാതെ പ്രവചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സ്ത്രീ തൻ്റെ തലയെ അപമാനിക്കുന്നു. 4, മൂടുപടം ഇടുന്നില്ലെങ്കിൽ സ്ത്രീ മുടി കത്രിച്ച് കളയട്ടെ. മൊട്ടയടിക്കാനല്ല, കത്രിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്, ട്രിമ്മ് ചെയ്യുവാൻ. കത്രിക്കുന്നത് ക്ഷൗരം ചെയ്യുന്നതോ സ്ത്രീക്ക് ലജ്ജയെങ്കിൽ മൂടുപടമിടട്ടെ. കൊരിന്ത്യരുടെ 1 ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. 5-ാമത്തെ വിഷയം, സ്ത്രീ പുരുഷൻ്റെ തേജസ്സാകുന്നു. കൊരിന്ത്യരുടെ 1 ലേഖനം 11:7. അതുകൊണ്ടാണ് സ്ത്രീകളെ സംബന്ധിച്ച് ഞങ്ങൾ ബഹുമാനത്തോടുകൂടെ പറയുന്നത്, ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു പുരുഷനേക്കാൾ തന്നോടുകൂടെ കൂട്ടായി തക്കയിണയായ ഒരു സ്ത്രീ ഭാര്യയായി ഉണ്ടെങ്കിൽ അത് അവൻ്റെ തേജസ്സാകുന്നു. അടുത്തത് പൗലോസ് എഴുതുകയാണ്, 6-ാമത്തെ വാക്യം, സ്ത്രീയിൽ നിന്ന് അല്ലല്ലോ പുരുഷനുണ്ടായത്, സ്ത്രീ പുരുഷനിൽ നിന്നത്രേ ഉണ്ടായത്. ഉൽപ്പത്തി പുസ്തകത്തിലെ വിഷയമാണ് വിശുദ്ധ പൗലോസോടെ ഉദ്ധരിക്കുന്നത്. കൊരിന്ത്യരുടെ 4 ലേഖനം 11:8. പുരുഷൻ സ്ത്രീക്കായിട്ടല്ല, സ്ത്രീ പുരുഷനായിട്ടത്രേ സൃഷ്ടിക്കപ്പെട്ടത്.
8, സ്ത്രീക്ക് ദൂതന്മാർ നിമിത്തം തലമേൽ അധീനതാ ലക്ഷ്യമുണ്ടായിരിക്കേണ്ടതിന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1:10 മൂടുപടം ഇടേണം. സ്ത്രീ 9 വിഷയം, മൂടുപടം ഇടാതെ പ്രാർത്ഥിക്കുന്നത് യോഗ്യമോ? പൗലോസ് ചോദിക്കുകയാണ്. നിശ്ചയമായുമല്ല. പുരുഷൻ മുടി നീട്ടിയാൽ അത് അവനെ അപമാനം ആകുന്നു എന്നും, സ്ത്രീ മുടി നീട്ടിയാലോ അത് മൂടുപടത്തിന് പകരമായിരിക്കുന്നത് കൊണ്ട് അവൾക്ക് മാനം എന്നും പ്രകൃതി തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നുവല്ലോ. കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട 1:11-13 വരെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ, എത്ര വലിയ ഉന്നതൻ തലമുടി നീട്ടി 2 വശങ്ങളിലേക്ക് ഇട്ടുകൊണ്ട് നിങ്ങളുടെ പ്ലാറ്റ്ഫോമുകളിൽ വന്ന് എന്ത് പണം തന്ന് പാട്ടുകൾ പാടുകയോ സംഗീത കരുവികൾ വായിക്കുകയോ ഡ്രം അടിച്ച് തലയാട്ടി ജനത്തെ അഭിഷേകത്തിലേക്ക് നടത്തുകയോ പ്രസംഗിക്കുകയോ പ്രബോധിപ്പിക്കുകയോ ചെയ്താൽ അങ്ങനെയുള്ളവനെ പ്ലാറ്റ്ഫോമിൽ കയറ്റരുത്. അത് ദൈവവചന വിപരീതമാണ്. 10, ഈ വിഷയം സംബന്ധിച്ച് ആരെങ്കിലും തർക്കിപ്പാൻ ഭാവിച്ചാൽ അങ്ങനെയുള്ള മര്യാദ ഞങ്ങൾക്കില്ല, ദൈവസഭകൾക്കും ഇല്ല എന്ന് ഓർത്തിരിക്കട്ടെ. കൊരിന്ത്യരുടെ 11:16. തീർന്നില്ല വിഷയം. വളരെ കാര്യഗൗരവത്തോടുകൂടെ പൗലോസ് തുടരുന്നു. വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലും എന്ന പോലെ, അതായത് യഹൂദന്മാരെ മുൻകണ്ടുകൊണ്ടാണ് പറയുന്നത്. അവരുടെ കാര്യകാരണ നിയമസമിതിയുണ്ടല്ലോ, സെൻഹെദ്രീം, അതിൽ സ്ത്രീകൾ സഭയായി കൂടി വരുമ്പോൾ മിണ്ടാതിരിക്കും. ന്യായപ്രമാണം പറയുന്ന പോലെ കീഴടങ്ങിയിരിപ്പാനല്ലാതെ അവിടെ കയറി സംസാരിച്ച് സദസ്സിനെ അപമാനിക്കുന്ന പരിപാടി സ്ത്രീകൾക്ക് നല്ലതല്ല. അതുകൊണ്ടാണ് ദൈവം ആദിമ സ്ത്രീയോട് തന്നെ പറഞ്ഞത്, നിന്റെ ഭർത്താവ് നിന്നെ ഭരിക്കും. ഭർത്താവിനെ ഭരിക്കാനല്ല പ്രമാണം. ഉൽപ്പത്തി പുസ്തകം 3:16. ശരീരത്തിൻ്റെ തലയാണല്ലോ സംസാരിക്കുന്നത്, ശരീരമല്ലല്ലോ സംസാരിക്കുന്നത്. ഏത് വിഷയത്തിനും അന്തിമമായ തീരുമാനം എടുത്ത് പറയേണ്ടത് തലയാകുന്ന ഭർത്താവ് പുരുഷനത്രേ. അല്ലാതെ അച്ഛൻ അങ്ങോട്ട് മാറി നിൽക്കും, ഞാൻ പറയട്ടെ എന്ന് പറയുന്ന കുടുംബം തമിഴിൽ പറഞ്ഞാൽ ശീരഴിഞ്ഞ കുടുംബമാണ്. 12, അവർ വല്ലതും പഠിപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ വീട്ടിൽ വെച്ച് ഭർത്താക്കന്മാരോട് ചോദിച്ചു കൊള്ളട്ടെ. സദസ്സിൽ ശുശ്രൂഷയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്ന പുരുഷന്മാരോട് ചോദിച്ച് അവിടെ സഭയുടെ ആത്മീയ അന്തരീക്ഷത്തെ, ഐക്യതയുടെ അന്തരീക്ഷത്തെ വിഘ്നം വരുത്തി നാശ ആക്കരുത്. സ്ത്രീകൾ സഭയിൽ സംസാരിക്കുന്നത് അനുചിതം അല്ലോ. കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട 1:14-35. ദൈവം നിങ്ങളുടെ അഥവാ സ്ത്രീകളുടെ ഇടയിൽ നിന്നോ പുറപ്പെട്ടത് അല്ല, നിങ്ങൾക്ക് മാത്രമോ വന്നത്. കൊരിന്ത്യർ 1:14-36. സ്ത്രീകൾ ശുശ്രൂഷന്മാർക്ക് ഇണയാളികൾ, 14 കാര്യമാണ്, യോഗ് ഫെലോ ആകാം. എന്നാൽ പുരുഷന്മാരെ ഭരിക്കുന്നവർ ആകരുത്. അവർ ശുശ്രൂഷന്മാരുടെ കൂട്ടുവേലക്കാരും കോലേബറേഴ്സും ആകാം. എന്നാൽ അവരെ നിയന്ത്രിക്കുന്നത് സ്ത്രീകൾ ആകരുത്. അവർക്ക് സുവിശേഷ ഘോഷണത്തിൽ കൂട്ടുപോരാളികൾ, ഫെലോ ലേബറേഴ്സ് ആകാം. എന്നാൽ അവർ ചേർന്ന് നടത്തുന്ന ആത്മീയ യുദ്ധത്തിൽ കമാൻഡിംഗ് ഓഫീസേഴ്സും ബുദ്ധിയുപദേശകന്മാരും ആകരുത് എന്ന ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:3 ശക്തിയുക്തം വിശുദ്ധ പൗലോസ് പറയുന്നു. 15 വിഷയം, സ്ത്രീകൾ യോഗ്യമായ വസ്ത്രം ധരിക്കണം. ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ സ്വയം അലങ്കരിക്കണം. അത് വളരെ ആഴമായൊരു വിഷയമാണ്. യോഗ്യമായ വസ്ത്രമാണ് ധരിക്കേണ്ടത്. ന്യായപ്രമാണത്തിൽ പുരുഷൻ്റെ വസ്ത്രം സ്ത്രീയും, സ്ത്രീയുടെ വസ്ത്രം പുരുഷനും ധരിക്കരുത്. പാൻസ് ഇട്ടുകൊണ്ടൊരു സഭായോഗത്തിൽ വരുന്നവരെ സഭായോഗത്തിൽ എഴുന്നേറ്റ് നിന്ന് കാര്യങ്ങൾ പറയുവാനും നിയന്ത്രിക്കുവാനും അനുവദിക്കരുത്. പാൻസ് പുരുഷന്മാരുടെ വസ്ത്രമാണ്. തിമോഥെയോസിൻ്റെ 1:2-9 ഇപ്പോൾ പറഞ്ഞത്. 16, സ്ത്രീകളുടെ അലങ്കാരം പിന്നിയ തലമുടി, ബ്രോയിഡഡ് ഹെയർ. ബ്രെയ്ഡ് എന്ന് പറഞ്ഞാൽ പിന്നുക, മെടയുക, നെയ്യുക, അലങ്കരിക്കുക, പ്ലേറ്റ് ചെയ്യുക, വലയിട്ട് കെട്ടുക, റിംഗ്ലറ്റ് കുറുനരികൾ ഉണ്ടാക്കുക, കേൾസ് അഥവാ മുടിയിൽ ചുരുളുകൾ ഉണ്ടാക്കുക എന്നിവയാലും അരുത്. അവരുടെ അലങ്കാരം പൊന്നും മുത്തും വിലയേറിയ വസ്ത്രവും എന്നിവയാലും അരുത്. പിന്നെന്തുകൊണ്ടാണ് അവരെ അലങ്കരിക്കേണ്ടത്? ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാവണ്ണം. ഉദാഹരണം,
സാറ, റിബേക്ക ആദിയായവർ. സൽപ്രവർത്തികളെ കൊണ്ട് അലങ്കരിക്കണം. തിമോഥെയോസിൻ്റെ 1 ലേഖനം 2 അധ്യായം 10, പത്രോസിൻ്റെ 1 ലേഖനം 3 അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളും. ശനിയാഴ്ച വൈകിട്ട് ബ്യൂട്ടി പാർലറിൽ പോയി ഇല്ലാത്ത പണം കൊടുത്ത് അലങ്കരിച്ച് പുരിയം വടിച്ച് നേരെയാക്കി അതും ഇതും ചെയ്ത് തലമുടിയുടെ സൗന്ദര്യം വർദ്ധിപ്പിച്ച് തലയിണയിൽ തല വെക്കാതെ പൊക്കിപ്പിടിച്ച് കിടന്നിട്ട് സഭായോഗത്തിന് പോയി ഈ തല കാണിച്ചത് കൊണ്ട് എന്ത് ലാഭം? അങ്ങനെയുള്ള സ്ത്രീരത്നങ്ങളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ദുഃഖം തോന്നുന്നു. 17 മൗനമായിരിക്കാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷൻ്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ അഥവാ പൗലോസ് ശ്ലീഹ സ്ത്രീകളെ അനുവദിക്കുന്നില്ലെന്ന് തിമോഥെയോസിൻ്റെ 1 ലേഖനം 2 അധ്യായം 12 വാക്യം. അങ്ങനെയെങ്കിൽ മഹാകൺവെൻഷനുകളിലും ഡിസ്ട്രിക്റ്റ് മേഖലാ കൺവെൻഷനുകളിലും 10, 20, 200 പുരുഷന്മാർ പ്ലാറ്റ്ഫോമുകളിൽ മുന്നോട്ട് നോക്കിയിരിക്കെ മുന്നിൽ കൂടിയിരിക്കുന്ന സദസ്സിൻ്റെ മുൻപിൽ ഉയർത്തപ്പെട്ടിരിക്കുന്ന പ്ലാറ്റ്ഫോമുകളിൽ തലയിൽ ഒരു തുണി പോലും ഇടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് സദസ്സിനെ മുഴുവൻ അധികാരം നടത്തുന്ന സ്ത്രീ പാട്ടുകാരെ ഒരിക്കലും ദൈവവചനം അനുവദിച്ച ശുശ്രൂഷയല്ല ചെയ്യുന്നത്. 18 ആദ്യം ആദാം നിർമ്മിക്കപ്പെട്ടു, പിന്നെ ഹൗവ. ആദാമല്ല, സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടത്. എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടെ പാർക്കുന്നു എങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷപ്രാപിക്കും. അഥവാ സുബോധമില്ലാതെയും സ്നേഹമില്ലാതെയും വിശ്വാസമില്ലാതെയും വിശുദ്ധിയില്ലാതെയും ദൈവവചനത്തിൽ കൊടുത്തിരിക്കുന്ന കൽപ്പനകൾ ലംഘിച്ച് ജീവിച്ചാൽ എന്ത് ആപത്താണ് വരുവാൻ പോകുന്നത്? തിമോഥെയോസിൻ്റെ 1 ലേഖനം 2 അധ്യായത്തിൻ്റെ 14, 15 വാക്യങ്ങൾ. മൂത്ത സ്ത്രീകളെ 19 വിഷയം പൗലോസ് പറയുകയാണ്, അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ സ്വന്തം സഹോദരിമാരെ പോലെയും പ്രബോധിപ്പിക്കണം. അവർ പ്രബോധനം കേൾക്കുകയാണ് ചെയ്യേണ്ടത്. അവർ പുരുഷന്മാരെ പ്രബോധിപ്പിച്ച് അനുസരിപ്പിപ്പാനായി പോകരുത്. അടുത്തു പറയുന്നു 20 കാര്യം, സാക്ഷാൽ വിധവമാരായി എന്ന് പറഞ്ഞാൽ ഭർത്താവിനോട് കീഴ്പ്പെട്ടിരിപ്പാൻ താല്പര്യമില്ല, ഡിവോഴ്സ് നടന്നിട്ട് അതേ ഭർത്താവില്ലാതെ അവിടെയും ഇവിടെയും കയറി ഇറങ്ങുന്ന സ്ത്രീകളെ കുറിച്ചാണ്. 60 വയസ്സുള്ള സ്ത്രീകളെ മാത്രമേ കൂട്ടുവേലക്കാരായും കൂട്ടു ശുശ്രൂഷകമാരായും എടുക്കാവൂ. തിമോഥെയോസിൻ്റെ 1 ലേഖനം 5 അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലും 4 അധ്യായം ഫിലിപ്പിയർക്ക് എഴുതിയ 3 വാക്യത്തിലും എഴുതിയിരിക്കുന്നു. ഇനിയും വൃദ്ധമാരെക്കുറിച്ചും നിയമങ്ങൾ പൗലോസ് തീത്തോസിനെഴുതി. തീത്തോസിൻ്റെ 2 ലേഖനം 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അവസാനമായി ഭാര്യമാരോട് പൗലോസ് പറയുകയാണ്, അല്ലെങ്കിൽ ദൈവവചനം പറയുകയാണ്, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം, അതായത് പ്രസംഗം കേൾപ്പിച്ചല്ല, വചനം കൂടാതെ നിങ്ങളുടെ ഭയത്തോടുകൂടിയ മര്യാദപ്രകാരമുള്ള നടപ്പ് കണ്ടിട്ട് വിശ്വാസത്തിൽ വരുവാനിടയാകും. നിങ്ങളുടെ അലങ്കാരമുണ്ടല്ലോ, അഡോണിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, കോസ്മെറ്റിക്സ് കൊണ്ടല്ല. പിന്നെ തലമുടി, പ്ലേറ്റ് ചെയ്ത ഹെയർ, പ്രായം കുറച്ച് കാണിക്കേണ്ടതിന് വേണ്ടി ഗോദറേജ് പൗഡറും മറ്റ് സാധനങ്ങളുമിട്ട് കളറ് മാറ്റുക, ചുരുളിടുക, കേളുണ്ടാക്കുക, മടക്കുക, മിടയുക, ഞൊറിയുക, നെയ്യുക എന്നിവയെ കൊണ്ടല്ല നിങ്ങൾക്ക് അലങ്കാരം വേണ്ടത്. പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതുമല്ല. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം വിശുദ്ധ സ്ത്രീകൾ. ദൈവവചനം മാത്രമാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളോട് തെറ്റി പോകരുത്, ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്, വിമർശിക്കരുത്. ദൈവവചനം പ്രസംഗിപ്പാൻ ഞങ്ങളെ വിളിച്ചതുകൊണ്ട് സത്യവചനം പ്രസംഗിക്കുന്നു. സ്വീകരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പിതാവേ, തിരുസന്നിധിയിൽ ഞങ്ങളെ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. വചനമനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണം. 103 സങ്കീർത്തനത്തിൽ കാണുന്ന പോലെ അങ്ങയുടെ വചനം അനുസരിക്കുന്ന വീരന്മാരായി നിൽപ്പാൻ ഞങ്ങൾക്ക് കൃപ തരും. എല്ലാവരെയും അനുഗ്രഹിച്ച് തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ.